നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർ SS ലാൽ ചെയർമാനായി ഹൈപ്പവർ കമ്മിറ്റി. ഓരോ സീസണിലും പകർച്ചപ്പനികളെ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാനായി കലണ്ടർ തയ്യാറാക്കും. ജില്ലാതലത്തിൽ പ്രവർത്തിക്കാൻ മോണിറ്ററിംഗ് യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയും. ഡ്രൈഡേക്കും ആലോചനയെന്ന് ആരോഗ്യമന്ത്രി. കൊല്ലത്തും വയനാട്ടിലും 2 കുട്ടികൾക്ക് കൂടി ഷിഗല്ല ബാധ. തൃശൂർ കൊടകരയിലെ 43-കാരന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ച. ഷിഗല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടും ബന്ധുക്കളെ അറിയിച്ചില്ലെന്ന് പരാതി. ഭാര്യയെയും മക്കളെയും പോലും പരിശോധിച്ചില്ല. റിപ്പോർട്ട് പുറത്തുവന്ന് 1 ദിവസം പിന്നിട്ടിട്ടും സമ്പർക്ക പട്ടിക തയ്യാറാക്കിയില്ല എന്നും ആക്ഷേപം. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് കർശന സുരക്ഷാ നടപടികൾ. ജൂൺ 22 വരെ ടെലഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. നീറ്റ് UG പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥലം മാറ്റങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി വേണ്ടിയിരുന്നുവെന്ന് പി രാജീവ്. പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം തിരിച്ചടിച്ചുവെന്ന് തുറന്നു പറഞ്ഞ് പി രാജീവ്. ഇറാനുമായി സംഘർഷം അവസാനിപ്പിക്കാനുള്ള കരട് കരാർ ഒപ്പിട്ടുവെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടും. ഔദ്യോഗിക കരാർ ഒപ്പിടുന്ന വെള്ളിയാഴ്ച തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ്. അമേരിക്ക ഇറാനെതിരായ നാവിക ഉപരോധം നീക്കിത്തുടങ്ങി. 3 ഓയിൽ ടാങ്കർ ഉൾപ്പെടെ 5 കപ്പലുകൾ എത്തി. ക്രൂഡ് ഓയിൽ വില ബാരലിന് 80 രൂപയിലേക്ക് താഴ്ന്നു. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കന്നിക്കാരായ കേപ്പ് വെർദ. ബെൽജിയത്തിനും ഈജിപ്തിനും 1-1 സമനില. ഇറാൻ ന്യൂസിലാൻഡ് മത്സരവും 2-2 സമനിലയിൽ കലാശിച്ചു. ഫ്രാൻസ് ഇന്ന് രാത്രി 12:30 ഇറങ്ങും. എതിരാളി സെനഗൽ. സംസ്ഥാനത്ത് ഇതുവരെ ഷിഗല്ല രോഗം ബാധിച്ച് 5 മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇതുവരെ 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടു. പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ആരോഗ്യവകുപ്പിൽ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ദേവസ്വം ബോർഡിലെ വിവാദ നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബോർഡ് പ്രസിഡന്റിന് കത്തയച്ചതായും മന്ത്രി അറിയിച്ചു. ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. അതിൽ ഒരു മരണം മാർച്ചിലായിരുന്നു. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ ജില്ലകളിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 16 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണസംഖ്യയില്ല. കൊല്ലം ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണമില്ല. ആലപ്പുഴ ഈ മാസം 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ ഞാൻ ടോട്ടൽ എന്ന് പറയുന്നത് ജാനുവരി ടു ജൂണാണ്. ആലപ്പുഴയിൽ ഈ മാസം 3 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മരണമില്ല. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപനമാകുന്ന ഒരു ഘട്ടമാണ്. എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങളാണ്, അതെങ്ങനെ ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി പറഞ്ഞത്? മായ, നമ്മൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. സംസ്ഥാനത്ത് ഇന്നുവരെ ഷിഗല്ലയാണ് ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്നത് ഷിഗല്ലയുടെ ഒരു വ്യാപനം തന്നെയാണ്. ഇതുവരെ ജനുവരി മാസം മുതൽ ഈ മാസം വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 146 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതിൽ 5 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പാലക്കാട്ടും പത്തനംതിട്ടയും ഒഴികെയുള്ള എല്ലാ ജില്ലകളും ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 5 മരണമാണ്. അത് നമുക്കറിയാം. വയനാട് 1, കോഴിക്കോട് 2, മലപ്പുറത്ത് 2, തൃശ്ശൂർ 1, ഈ രീതിയിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിപ്പ കേസ് പറയുമ്പോൾ ആകെ 38 പരിശോധന നടത്തി 37 നെഗറ്റീവ്. ഒരേ
ഒരു പോസിറ്റീവ്, ആ പോസിറ്റീവ് രോഗിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നത് വെന്റിലേറ്ററിൽ. രോഗിയുടെ നിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പോൾ പകർച്ചവ്യാധികളൊക്കെ തന്നെ വലിയ രീതിയിൽ പടരുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടു. കാരണം അതിനാരെയും അദ്ദേഹം കുറ്റം പറയുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഒരു പാളിച്ച പറ്റിയത് കാരണം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളുകയും അതനുസരിച്ച് പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയും ചെയ്തു എന്നും ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സീസണുകൾ ബേസ് ചെയ്ത് ഈ സീസൺ അടിസ്ഥാനത്തിൽ ഈ പകർച്ചവ്യാധികൾ പടരുന്നതിനാൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും അതിനെക്കുറിച്ച് പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചു. ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ SS ലാൽ ചെയർമാനും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള കോർഡിനേറ്ററുമായ ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഹൈപ്പവർ കമ്മിറ്റി ഇത് മുഴുവൻ നിരീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് ഇനി ഓരോ സീസണിലും വരുന്ന രോഗങ്ങളൊക്കെ തന്നെ അവർ വിലയിരുത്തും. അതോടൊപ്പം തന്നെ ഒരു കലണ്ടറും അവർ പ്രസിദ്ധീകരിക്കും. അതായത് ഓരോ മാസങ്ങളിലും ഏതൊക്കെ രീതിയിൽ പകർച്ചവ്യാധികൾ പടാനുള്ള സാധ്യത. അപ്പോൾ ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെ തന്നെ ഈ രോഗങ്ങളൊക്കെ മുൻകൂട്ടി കാണാനും പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് വരുന്നത് കണ്ടെത്തി അവിടെ പ്രത്യേകിച്ച് നിപ്പ സ്ഥിരമായി വരുന്നത് മലബാർ കോഴിക്കോട് മേഖലകളിലാണ്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ വരുന്നത്, ഏതൊക്കെ മാസങ്ങളിലാണ്, ഇതൊക്കെ തന്നെ ഈ മുൻകൂട്ടി കാണാനാകും. അങ്ങനെ ഈ ഹൈപ്പർ കമ്മിറ്റിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ഊർജിതമാക്കുകയും ചെയ്യും. ഇതിലൂടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത് മന്ത്രി. ഒപ്പം തന്നെ ജില്ലാതലത്തിലൊക്കെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ ഉണ്ടായ പാളിച്ചകളൊക്കെ തന്നെ തിരുത്തി ഇത് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മായ അൻഫിൽട്ട്, മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം നടക്കുകയാണല്ലോ തിരുവനന്തപുരത്ത്. ഇന്നത്തെ യോഗം ഏറെ നിർണായകമല്ലേ? മായ, തീർച്ചയായും ഞാനിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെയാണ് ദേവസ്വം മന്ത്രി. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ എന്തുകൊണ്ട് ഇന്നത്തെ അടിയന്തരമായ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം നടത്തുന്നത് പോലും ദേവസ്വം ബോർഡിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടത് വലിയ രീതിയിൽ വിവാദമായതാണ്. ആ നിയമനങ്ങളൊക്കെ തന്നെ പുനഃപരിശോധിക്കണം, റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന് കത്തയച്ചിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഈ നിയമനം വിവാദം അറിഞ്ഞതോടുകൂടി തന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ ഒരു കത്തയച്ചു. ആ കത്തിൽ നിയമനങ്ങൾ പൂർണ്ണമായും പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി ഈ കൊള്ളയിൽ കൂട്ടുനിന്നു എന്ന് സർക്കാരിന് കരുതേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി കൊടുത്തുകൊണ്ടാണ് താൻ കത്തയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ തീർച്ചയായും ഒരു പുനഃപരിശോധന ഉണ്ടാകും. യോഗത്തിലെ നിയമനങ്ങളൊക്കെ തന്നെ റദ്ദ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം മന്ത്രി പറഞ്ഞു. അതിനുശേഷം ദേവസ്വം ബോർഡ് തീരുമാനം എന്തെന്നറിയട്ടെ, അതിനുശേഷം സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്താം എന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെയാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ യോഗം തടഞ്ഞു. അല്പസമയത്തിന് യോഗം അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. എന്നാൽ ഇതിനു മുമ്പ് യോഗത്തിന് കയറുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ സമ്മതിച്ചാണ് പിഴവുകൾ അപാകത പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപാകത പറ്റി, ഇതെങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ തിരുത്താം എന്നതിനോട് സംബന്ധിച്ച യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിയമനങ്ങളൊക്കെ തന്നെ വിവാദമായ നിയമനങ്ങളൊക്കെ തന്നെ റദ്ദാക്കാനുള്ള തീരുമാനം നടപടികളിലേക്കാണ് ദേവസ്വം ബോർഡ് കടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊക്കെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമങ്ങളെ അല്പസമയത്തിനകം തന്നെ K. ജയകുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ വിവാദ നിയമനങ്ങളൊക്കെ തന്നെ റദ്ദ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ശരി, അൻഫിൽ ഡിസൂസിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വയനാട്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 17 ഉയർന്നു. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയച്ച വിദ്യാർത്ഥിയുടെ സാമ്പിളാണ് പോസിറ്റീവായത്. കോഴിക്കോട് നിപ്പ ഭീതിക്കൊപ്പം വിടാതെ ഷിഗല്ല വ്യാപനവും ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധന തുടങ്ങി. ജില്ലയിലെ 2 പേർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 3 കേസുകൾ ഉൾപ്പെടെ 70 പേർക്കാണ് ഇതുവരെ കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലം പോരുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. 7 മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1.5 ആഴ്ച മുമ്പ് ഇതേ സ്കൂളിലെ 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്നെത്തിച്ച കുടിവെള്ളമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച സ്കൂൾ ഇതുവരെയും തുറന്നിട്ടില്ല. ഇതിനിടെ ഒരു വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ആശങ്ക ശക്തമായിരിക്കുകയാണ്.
തൃശൂർ മാപ്രാണത്ത് ഷിഗല്ല ബാധിച്ച 43-കാരൻ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച. സംഭവം ബന്ധുക്കളെ അറിയിച്ചില്ലെന്ന് മരിച്ച വ്യക്തിയുടെ കുടുംബം ആരോപിച്ചു. ഭാര്യയെയും മക്കളെയും പോലും ആരോഗ്യവകുപ്പ് പരിശോധിച്ചിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും സമ്പർക്ക പട്ടിക തയ്യാറാക്കാത്തതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. ഇന്നാണ് ആരോഗ്യവകുപ്പ് കുടുംബവുമായി ബന്ധപ്പെട്ടതെന്നും ആരോപണമുയർന്നു. കഴിഞ്ഞ ദിവസമാണ് വയറുവേദനയെ തുടർന്ന് കൊടകര ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 43-കാരൻ മരിച്ചത്. മരണകാരണം ഷിഗല്ല ആണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. അവിടെ അറിയിച്ചിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടേക്ക് ആരും വന്നിട്ടില്ല. കൊടകര അറിയിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അവിടെ നിന്നല്ല മരണം സംഭവിച്ചിട്ടുള്ളതൊക്കെ. ഇവിടെ ഇപ്പൊ ഞങ്ങള് അനിയനുണ്ട്, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്, അമ്മ ഉണ്ട്. ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഹെൽത്തിൽ നിന്ന് ആള് വന്നിട്ടുണ്ടായി. ഇവിടെ മാപ്രാൻസ് അവരുണ്ടായിട്ടില്ല. അവര് ഇപ്പൊ ഒരു കുറച്ച് 6 വർഷത്തോളായിട്ട് കൊടകര തന്നെയാണ് താമസിക്കുന്നത്. അതിലിടക്കൊന്ന് വരും പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ തറവാട് ഇതാണ്. ഇപ്പൊ അനിയനായാലും ഞങ്ങളായാലും ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ന്യൂസ് കേട്ടപ്പോ രാത്രിയിലാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഇവിടെ മാപ്രാൻസ് ഉള്ളവരറിയുന്നത്. സിറപ്പുകളുടെ വിൽപ്പനയിൽ കർശന നിയന്ത്രണം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇനി ഫാർമസികളിൽ നിന്ന് സിറപ്പ് ലഭ്യമാകില്ല. കപ്പ് സിറപ്പ് ഉൾപ്പെടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാനാവൂ എന്ന് ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ സിറപ്പുകളുടെ വിൽപ്പനയിൽ കർശന നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണല്ലോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇത് വ്യാജ സിറപ്പുകൾ വ്യാപിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഇത്തരത്തിലൊരു നടപടി? നിർണായകമായ ഉത്തരവാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയത്. കപ്പ് സിറപ്പ് ഉൾപ്പെടെ എല്ലാ സിറപ്പുകളുടെയും വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മായ ചൂണ്ടിക്കാട്ടിയതുപോലെ സിറപ്പുകളുമായി ബന്ധപ്പെട്ടത് വ്യാജ സിറപ്പ് ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, ഒപ്പം വ്യാജ സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ച സംഭവമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം ആരോഗ്യവകുപ്പ് നടത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. അതിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യാജ സിറപ്പിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു. കൂടാതെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അശാസ്ത്രീയമായ സിറപ്പുകളുടെ ഉപയോഗം, അമിതമായ സിറപ്പുകളുടെ ഉപയോഗം, ഇതെല്ലാം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മരണത്തിലേക്ക് പോലും വഴിവെക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സിറപ്പുകളുടെ വിൽപ്പനയിൽ നിയന്ത്രണം കണ്ടുവന്നുകൊണ്ട് ഒരു കരട് വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയത്. ഇപ്പോൾ അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഉത്തരവായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് ഇനി മുതൽ ഫാർമസികളിൽ, മെഡിക്കൽ സ്റ്റോറുകളിൽ ഡോക്ടറുടെ കുറിപ്പില്ലാതെ, ഡോക്ടറുടെ വ്യക്തമായ നിർദ്ദേശമില്ലാതെ കപ്പ് സിറപ്പുകൾ വാങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിലവിൽ ചുമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് ഫാർമസികളിൽ പോയി കപ്പ് സിറപ്പ് വാങ്ങി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. അത് പൂർണ്ണമായും ഇല്ലാതെയാകും. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഇനി ഫാർമസികളിൽ നിന്ന് ഇത്തരത്തിൽ കപ്പ് സിറപ്പ്, എല്ലാ സിറപ്പുകളും ലഭ്യമാകൂ എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. വ്യാജ കപ്പ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കുകയും കപ്പ് സിറപ്പിന്റെ അശാസ്ത്രീയമായ ഉപയോഗവും വ്യാപകമായതിനെ തുടർന്നാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു നിർണായക ഉത്തരവ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയത്. മായ. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കർശനമായ നടപടിയാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു സിറപ്പ് വാങ്ങണമെങ്കിൽ ഫാർമസിയിൽ, മെഡിക്കൽ സെൻറ്ററിൽ ചെല്ലുമ്പോൾ, മെഡിക്കൽ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ നിർബന്ധമായും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടിവരും. നീറ്റ് UG പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ NTA-ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ടെലഗ്രാമിന് ഇന്ത്യയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ ഈ മാസം 21-ന് നടത്താനുള്ള ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും നടത്തിവരികയാണ്. ഇതിനിടയിലാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്കെതിരെ ഡോക്ടർ മംഗള കോഹ്ലി എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി നൽകിയത്. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയതും 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനവും ഏകപക്ഷീയമാണെന്ന് ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും. അതേസമയം പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി.
പഠിക്കാൻ ആവശ്യമായ സമയം ലഭിക്കാത്തതിനാൽ 1 മാസത്തേക്ക് പരീക്ഷ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായും 1500ഓളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനത്തിൽ പറയുന്നുണ്ട്. പുനഃപരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലും NTA മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ ഭാഗികമായി നിറവ്യത്യാസം കണ്ടെത്തി. ശ്രീകോവിലിന് മുകളിലേക്ക് ഏതോ ദ്രാവകം ഒഴിച്ചതാകാമെന്ന സംശയത്തെ തുടർന്ന് ദേവസ്വം അധികൃതരും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് അടിയന്തര പരിശോധന നടത്തി. തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്ത് സ്വർണ്ണപ്പാളികളിൽ ദ്രാവകം വീണതുപോലെയുള്ള പാടുകളും നിറം മാറ്റവുമാണ് ദൃശ്യമായത്. ഭക്തർ അഭിഷേകത്തിനായി കൊണ്ടുവന്ന നെയ്യ് വീണതാകാം ഈ നിറവ്യത്യാസത്തിന് കാരണമെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. ശ്രീകോവിലിന്റെ സ്വർണ്ണ മേൽക്കൂരയ്ക്കും മറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വിശദമായ പരിശോധനകൾ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ വിദഗ്ധരെ കാണിച്ച് സ്വർണ്ണപ്പാളികൾ വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ അന്തകനാണെന്ന് വിമർശനം. അദ്ദേഹത്തിനെതിരെയുള്ള അച്ചടക്ക നടപടി സസ്പെൻഷനിൽ ഒതുക്കി ലഘൂകരിച്ചതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. അദ്ദേഹം നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്നും ശബരിമല തട്ടിപ്പിലടക്കം പങ്കാളിയായ പത്മകുമാറിന്റെ ഭീഷണികൾക്ക് പാർട്ടി വഴങ്ങരുതെന്നും വിമർശകർ ആവശ്യപ്പെടുന്നു. അതേസമയം ജില്ലാ കമ്മിറ്റി തീരുമാനം പത്മകുമാർ അംഗീകരിക്കുന്നതായും തൽക്കാലം സംയമനം പാലിക്കുമെന്നും പത്മകുമാറുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസിലെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്നതിനാലും സസ്പെൻഷൻ നടപടി മാത്രമായതിനാലും ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയില്ലെന്ന് പത്മകുമാറിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചു. അതിനിടെ പത്മകുമാറിനെതിരായ കൂടുതൽ നടപടി കുറ്റപത്രം വന്നതിന് ശേഷമായിരിക്കും. ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് തീരുമാനമെന്നാണ് പാർട്ടിയുടെ ഒരു നിലപാട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ P. രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും വെള്ളാപ്പള്ളി വിഷയത്തിലും വീഴ്ച പറ്റിയതായും രാജീവ് തുറന്നു പറഞ്ഞു. മലപ്പുറത്ത് EMSന്റെ ലോകം സെമിനാറിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു P. രാജീവ്. അരീക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന EMSന്റെ ലോകം സെമിനാറിലാണ് P. രാജീവിന്റെ തുറന്നു പറച്ചിൽ. പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് P. രാജീവ് തുറന്നു പറഞ്ഞത്. ഇക്കാര്യം പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും രാജീവ് പറഞ്ഞു. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ നടപടി ആവശ്യമായിരുന്നുവെന്ന് രാജീവ് വ്യക്തമാക്കി. ശബരിമലയുടെ പ്രശ്നം അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ വീഴ്ച ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലായതായും തിരുത്തലുകളുമായി മുന്നോട്ടു പോകുമെന്നും രാജീവ് പറഞ്ഞു. പുതിയ സാങ്കേതികവിദ്യയുടെ കാലത്ത് പുതുതലമുറയുമായി പാർട്ടിക്ക് വേണ്ട രീതിയിൽ സംവദിക്കാൻ സാധിച്ചില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘടന പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളെക്കാൾ എത്രയോ മുൻപ് മറ്റ് ശക്തികൾ പോകുന്നു. ഇതെല്ലാം ജനാധിപത്യത്തെ എങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നു? ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു തുടർച്ചയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടി ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതിന്റെ തെളിവാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ തുറന്നു പറച്ചിൽ. അമൃത ന്യൂസ്, മലപ്പുറം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S. കർത്തയെയും മകൻ ശരൺ S. കർത്തയെയും ED ചോദ്യം ചെയ്യുകയാണ്. CMRLും പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സാമ്പത്തിക ഇടപാടിലെ രേഖകളും ED പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളും നിപുണ ഇന്റർനാഷണൽ ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറുമായ ഷിബി S. കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. നാളെ ഹാജരാകാൻ വീണ വിജയന് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്.
ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് 1.5 പേജ് മാത്രമുള്ള കരട് കരാറിൽ ഒപ്പുവെച്ചെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ട്രംപ് പറയുന്നു. കരാർ ഒപ്പിടുന്ന വെള്ളിയാഴ്ച തന്നെ ഹോർമുസ് തുറക്കുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച സ്വിസ് നഗരമായ ജനീവയിൽ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആതിഥേയത്വത്തിലാവും അമേരിക്കയും ഇറാനും ഔദ്യോഗികമായി കരാറിൽ ഒപ്പിടുക. നിലവിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി കരാർ വെർച്വലായി ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ജീവനക്കാർക്കായി ഇടത് സർക്കാർ കൊണ്ടുവന്ന ആശ്വാടി പെൻഷൻ മാറ്റി പകരം പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കാൻ UDF സർക്കാർ നീക്കം നടത്തുന്നു. പെൻഷൻ ഫണ്ടിലെ സർക്കാർ വിഹിതം 14% ഉയർത്തുമെന്നാണ് സൂചന. ഒരു ഗഡു ക്ഷാമബത്ത നൽകുമെന്നും പരിഗണനയിൽ. അതേസമയം LDF സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനാണ് UDF ആലോചിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലാണ് ജീവനക്കാർക്കായി ആശ്വാടി പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അതിനാൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നതുമില്ല. എന്നാൽ UDF സർക്കാർ ആശ്വാടി പെൻഷൻ മാറ്റി പകരം ജീവനക്കാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന തരത്തിൽ പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കാനാണ് നീക്കം നടത്തുന്നത്. പെൻഷൻ ഫണ്ടിലേക്കുള്ള സർക്കാർ വിഹിതം നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 10%. ഇത് 14% ഉയർത്താനാണ് ആലോചിക്കുന്നത്. ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന പല പ്രഖ്യാപനങ്ങളും VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ കഴിഞ്ഞ സർക്കാർ അവസാന സമയത്താണ് പ്രഖ്യാപിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി അധ്യക്ഷനായ കമ്മീഷന്റെ കാലാവധി 3 മാസമായിരുന്നു. കമ്മീഷന്റെ കാലാവധി നീട്ടുമെങ്കിലും LDF സർക്കാർ നിയമിച്ച കമ്മീഷനുമായി അതേപടി UDF സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതിലും ഉറപ്പില്ല. പെൻഷൻകാരുടെ DA കൊടുക്കാനുണ്ട്, അതുപോലെ അവരുടെ സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്, മരവിപ്പിച്ചിരിക്കുകയായിരുന്നു, സറണ്ടർ ലീവ് കൊടുക്കാനുണ്ട്. അങ്ങനെ മറ്റ് എല്ലാം കൂടെ ഏകദേശം 48,773 കോടി രൂപയുടെ ബാധ്യതയാണ് പുതിയ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിൽ അരിയർ DA, ഉദ്യോഗസ്ഥരുടെ DAയും പെൻഷൻകാരുടെ സമാശ്വാസവും ഏകദേശം 35,000 കോടിക്ക് മുകളിൽ വരും. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശിക ഒരു ഗഡുവെങ്കിലും നൽകും. നിർത്തലാക്കിയ ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന ധവളപത്രത്തിലെ നിർദ്ദേശം തൽക്കാലം നടപ്പാക്കാൻ സാധ്യതയില്ല. മെയ് മാസത്തിൽ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിച്ചതിനാൽ പെൻഷൻ പ്രായം ഉയർത്തിയാലും ഈ വർഷം ഖജനാവിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുട്ടിൽ മരമുറി കേസിൽ മരങ്ങൾ ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ ലേലം ചെയ്യാനാണ് സുൽത്താൻ ബത്തേരി മജിസ്ട്രേറ്റിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. പിടിച്ചെടുത്ത മരങ്ങൾ കുപ്പാടി ഡിപ്പോയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, കോടതി ഇങ്ങനൊരു വിധി പറയുമ്പോൾ അത് പ്രതികൾക്ക് വലിയ തിരിച്ചടിയല്ലേ? തീർച്ചയായും ജില്ലയിലെ, അതായത് വയനാട് ജില്ലയിലെ മുട്ടിൽ സൗത്ത് വില്ലേജിലാണ് വലിയ ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു വലിയൊരു മരമുറി കേസ് നടന്നത്. റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവുകൾ മറയാക്കിയാണ് ആദിവാസികളുടെയും അതുപോലെ തന്നെ കർഷകരുടെയും 100-ലധികം വരുന്ന സംരക്ഷിത ഈട്ടിമരങ്ങൾ ഈ പ്രതികൾ മുറിച്ചു കടത്തിയത്. അഗസ്റ്റിൻ, റോജിക്കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ എന്നിവരടക്കമുള്ള 3 സഹോദരങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ. 64-ന് ശേഷം, അതായത് 1964-ന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയതോ സ്വയം കിളർത്തതോ ആയ മരങ്ങൾ മുറിച്ചു മാറ്റാമെന്ന 2020-ലെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവാണ് ഈ പ്രതികൾ ദുരുപയോഗം ചെയ്തത്. പിന്നീട് ഈ വിവാദ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും പ്രതികൾ ഈ മരങ്ങൾ മുറിച്ച് കടത്തുകയായിരുന്നു. ഏതായാലും ഈ 500-ലധികം പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങൾ വരെ ഇവർ മുറിച്ചു കടത്തിയിട്ടുണ്ട് എന്നുള്ളതും കോടതി കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇതിലാണ് ഇപ്പോൾ പ്രതികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ഏതായാലും നിലവിൽ 4 കോടിയിലധികം രൂപ വരുന്ന വിപണി മൂല്യം വരുന്ന മരങ്ങളാണ്, കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ വിൽക്കാമെന്ന് സുൽത്താൻ ബത്തേരിയിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും പ്രതികൾക്ക് ഇക്കാര്യത്തിൽ തിരിച്ചടിയാണ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മായ അനഘയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുട്ടിൽ മരമുറി കേസിൽ മരങ്ങൾ ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. കോടതി അനുമതി പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ്. കായിക വാർത്തകളിലേക്ക്.
ലോകകപ്പ് ഫുട്ബോളിൽ കേപ്പ് വെർദ സ്പെയിൻ മത്സരം ഗോൾ രഹിത സമനിലയിൽ. കന്നി മത്സരത്തിലാണ് മുൻ ലോക ചാമ്പ്യന്മാരെ കേപ്പ് വെർദ സമനിലയിൽ തളച്ചത്. വലിയ ജയത്തോടെ തുടങ്ങാനിരുന്ന സ്പെയിനെ ഞെട്ടിച്ച പ്രതിരോധം. ഫിഫ റാങ്കിങ്ങിലെ 3-ാം സ്ഥാനക്കാരും നിലവിലെ യൂറോകപ്പ് ചാമ്പ്യന്മാരുമായ സ്പെയിനെ നേരിടാൻ കന്നിക്കാരായ കേപ്പ് വെർദ ഇറങ്ങിയപ്പോൾ സ്പെയിൻ അടിക്കാൻ പോകുന്ന ഗോളുകൾ എണ്ണി തിട്ടപ്പെടുത്തിയവർ ഒന്നാകെ ഞെട്ടി. ഈ ലോകകപ്പ് വിജയിക്കാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ എന്ന പ്രവചനങ്ങൾക്കിടയിലെ ഈ പ്രതിരോധം കേപ്പ് വെർദയെ സംബന്ധിച്ച് ജയത്തോളം പോന്ന മിന്നും സമനിലയാണ്. കേപ്പ് വെർദയുടെ ഗോൾ മുഖത്തേക്ക് സ്പെയിൻ നടത്തിയ പല ആക്രമണങ്ങളും അതിമനോഹരമായി തടുത്തെറിഞ്ഞ ആ 40-കാരൻ ഗോൾ കീപ്പർ വൊസീഞ്ഞയ്ക്കായി കയ്യടികൾ. മധ്യനിരയിൽ പെഡ്രിയുടെ നേതൃത്വത്തിൽ നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഫിനിഷിംഗിലെ പിഴവുകൾ സ്പെയിനിന് തിരിച്ചടിയായി. രണ്ടാം പകുതിയിൽ ലമീൻ യമാൽ എത്തിയെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. മത്സരത്തിൽ പലതവണ സ്പെയിൻ സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തി. 27 അവസരങ്ങളും 804 പാസുകളും സൃഷ്ടിച്ച സ്പാനിഷ് നിരയെ തടഞ്ഞിട്ട കേപ്പ് വെർദ പോലുള്ള ടീമുകൾ ഈ ലോകകപ്പ് പ്രവചനാതീതമാക്കുന്നു എന്ന് നിസ്സംശയം പറയാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. വലിയ ജയത്തോടെ ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ കരുത്തരായ ബെൽജിയത്തിന് സമനില. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇമാം അഷുറിന്റെ ഗോളിൽ ലീഡെടുത്ത ഈജിപ്തിനെതിരെ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ബെൽജിയത്തിന് തുണയായത്. മത്സരത്തിലുടനീളം ലഭിച്ച മികച്ച അവസരങ്ങൾ ബെൽജിയം നഷ്ടപ്പെടുത്തുകയായിരുന്നു. പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മണ്ണിൽ ലോകകപ്പ് പോരാട്ടത്തിനിറങ്ങിയ ഇറാൻ ന്യൂസിലാൻഡിനെ സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ഏരിയ ജസ്റ്റ് ന്യൂസിലാൻഡായി ഇരട്ട ഗോൾ നേടിയപ്പോൾ ഇറാനായി റസായയും മൊഹിബിയും ഗോളുകൾ നേടി. ഇറാൻ ഇതുവരെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യ റൗണ്ട് കടന്ന് മുന്നേറിയിട്ടില്ല. മറുഭാഗത്ത് നീണ്ട 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ന്യൂസിലാൻഡ് ലോകകപ്പ് വേദിയിലേക്ക് തിരിച്ചെത്തുന്നത്. ഗ്രൂപ്പ് ഐയിൽ രാത്രി 12:30 മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും സെനഗലും തമ്മിലുള്ള മത്സരമാണ്. 98-ലും 2018-ലും കിരീടം ചൂടിയ ഫ്രാൻസ് കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പ് കൂടിയാണ്. 2002-ലെ കന്നി ലോകകപ്പിൽ ഫ്രാൻസിനെ അട്ടിമറിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ സെനഗലും നിസ്സാരക്കാരല്ല. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.